ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ 4ാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, യൂസ് ഓഫ് എ ആൻഡ് ആൻ. ഉറക്കത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയും ആൻ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്ന്. എ, ഇ, ഐ, ഒ, യു എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ആൻ ഉപയോഗിക്കും. എന്നാൽ എ, ഇ, ഐ, ഒ, യു മാത്രമല്ല, മറ്റ് അക്ഷരങ്ങൾ വരുന്ന സമയത്തും ചില സാഹചര്യങ്ങളിൽ ആൻ ഉപയോഗിക്കാം. ഈ വീഡിയോ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഞാനത് വിശദീകരിക്കാം. എ, ഇ, ഐ, ഒ, യു ഈ അക്ഷരങ്ങളെ വൗവൽസ് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. വൗവൽ എന്ന് പറയരുത്, വൗവൽസ്, VOWELS. മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ എന്നറിയപ്പെടും. നിങ്ങൾ മനസ്സിൽ കരുതിയതുപോലെ തന്നെ ആൻ ഉപയോഗിക്കുന്നത് ഈ വാക്കുകളുടെ മുന്നിൽ, ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുടെ മുന്നിൽ തന്നെ ആയിരിക്കും. ഇതിൻ്റെ അവസാനത്തെ അക്ഷരം യു ചെറിയ കുഴപ്പക്കാരനാണ്. ഐ ഹാവ് ആൻ അംബ്രല്ല. അംബ്രല്ല എന്നുള്ള വാക്ക് യു കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന് ആ എന്ന ശബ്ദം ലഭിക്കുന്നുമുണ്ട്. അത് ഇംഗ്ലീഷിൽ ഒരു വൗവൽ സൗണ്ടാണ്. വൗവൽ സൗണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ യു കൊണ്ട് ആരംഭിക്കുന്ന മറ്റു ചില വാക്കുകൾ ആ എന്ന ശബ്ദം വരുന്നവ അമ്പയർ, അൺഹാപ്പി, അൺഫോർച്ചുനേറ്റ് മുതലായവ. അതേസമയം യുവിന് യ എന്നൊരു ശബ്ദം കൂടെ വരും. താഴെ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. യൂണിഫോം, യൂണിയൻ, യുണീക്ക്, യുണീക്ക് എന്ന് പറഞ്ഞാൽ അതുല്യമായ, അതിവിശിഷ്ടമായ, യൂണിവേഴ്സ് പ്രപഞ്ചം, യൂണിവേഴ്സിറ്റി, യൂസ്, യൂസിനോട് ബന്ധപ്പെട്ട മറ്റ് വാക്കുകൾ. ഇവിടെ എല്ലാം യുവിന് യ എന്ന ശബ്ദമാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വൗവൽ സൗണ്ട് അല്ല. ആയതിനാൽ ഇതിനു മുൻപായിട്ട് എപ്പോഴും എ ആയിരിക്കും ഉപയോഗിക്കുന്നത്. യു കണ്ടുകൊണ്ട് എവിടെയും കയറി ആൻ ഉപയോഗിക്കരുത് എന്ന് ചുരുക്കം. വൈ എന്ന അക്ഷരവും ചിലപ്പോൾ വൗവൽ ആയേക്കാം. സാധാരണ എ, ഇ, ഐ, ഒ, യു എന്ന ഏതെങ്കിലും ഒരക്ഷരം എല്ലാ ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ വാക്കുകളിലുമുണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും ചില വാക്കുകളിൽ ഈ അക്ഷരങ്ങളില്ല. പകരം അവിടെ കാണുന്നത് വൈ ആയിരിക്കും. ഉദാഹരണത്തിന് GYM ജിം, MY മൈ, CRY ക്രൈ, TRY ട്രൈ. അതുകൊണ്ട് തന്നെ ഈ വൈ എന്ന അക്ഷരത്തിന് ഹാഫ് വൗവൽ എന്നൊരു സ്ഥാനവും കിട്ടിയിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ ഈ അക്ഷരം വന്നാൽ അതിൻ്റെ മുൻപിൽ ആൻ ചേർക്കുകയും അരുത്. അപ്പോൾ അതിന് യ എന്ന ശബ്ദമായിരിക്കും ലഭിക്കുന്നത്. ആയതുകൊണ്ട് ഉദാഹരണത്തിന് YES, YELD വിളവ്, YIELD, യാർഡ്, YARD മുതലായവ. അപ്പോൾ വൗവൽസിനെ പറ്റി നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. 5 അക്ഷരങ്ങൾ. ബാക്കിയുള്ളവയെ ഇംഗ്ലീഷിൽ കോൺസണൻസ് എന്നറിയപ്പെടും.
വ്യഞ്ജനങ്ങൾ, ഇവയ്ക്ക് മുന്നിൽ എ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു അക്ഷരം കൊണ്ടൊരു വാക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എ ബുക്ക്, എ പെൻസിൽ, എ ബെഞ്ച് മുതലായവ. ഞാൻ ആദ്യമേ പറഞ്ഞു, വവ്വൽ അക്ഷരങ്ങൾ കൊണ്ട് മാത്രമല്ല അല്ലാതെയും ഉള്ള വാക്കുകൾക്ക് മുമ്പായിട്ട് ആൻ ഉപയോഗിക്കാമെന്ന്. അത് ഞാനിവിടെ വിശദീകരിക്കാൻ പോവുകയാണ്. ഇത് സംഭവിക്കുന്ന ചുരുക്കെഴുത്തുകളിലായിരിക്കും. ചുരുക്കെഴുത്തെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അബ്രിവിയേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് ഷോർട്ട് ഫോംസ് എന്നായിരിക്കും. ഈ വാക്കുകളുടെ മുന്നിൽ ആൻ ഉപയോഗിക്കാം. ചുരുക്കെഴുത്തിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ആദ്യം പറയട്ടെ. IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതിൻ്റെ ചുരുക്കെഴുത്താണ് IAS. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, അതിൻ്റെ ചുരുക്കെഴുത്താണ് BBC. താഴെ പറയുന്ന അക്ഷരങ്ങൾ കൊണ്ടാരംഭിക്കുന്ന ഷോർട്ട് ഫോംസിൻ്റെ മുന്നിൽ എപ്പോഴും ആൻ വേണം ഉപയോഗിക്കാൻ. ഞാനതിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ തരികയാണ്. 12 അക്ഷരങ്ങളുണ്ട്. ഈ 12 അക്ഷരങ്ങളുടെ കൊണ്ടുണ്ടാക്കുന്ന ചുരുക്കെഴുത്തുകളുടെ മുന്നിൽ ആൻ വേണം ഉപയോഗിക്കാൻ. ഇതിൽ 4 നമ്മൾ ഓൾറെഡി കണ്ട വവൽ ലെറ്റേഴ്സ് തന്നെയായിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ കാണിക്കുന്നുണ്ട് A, E, F, H, I, L, M, N, O, R, S, X. ഈ 12 അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഷോർട്ട് ഫോംസിൻ്റെ മുന്നിൽ എപ്പോഴും ആൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഞാൻ എല്ലാത്തിനും ഉദാഹരണങ്ങളിലൂടെ തരുന്നില്ല. പകരം 2 അക്ഷരങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഞാൻ തരാം. അതിലൊന്ന് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്നതാണ്, SMS. I received an SMS from my sister this morning. SMS-ൻ്റെ എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്കറിയാം, ഷോർട്ട് മെസ്സേജ് സർവീസ്. ശ്രദ്ധിച്ചോ, I received an SMS from my sister this morning. അടുത്തത് ആറിൻ്റെ മുമ്പിലും ആൻ ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെ ആയിരിക്കും. എന്നാൽ ഇത് ശ്രദ്ധിച്ചു. ഒരു ഉദാഹരണം ഞാൻ പറയാം. R&D, അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. The government is planning to launch an R&D project soon. അവിടെ ഞാൻ ആനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ ഈ മുകളിൽ കാണിച്ച ലെറ്റേഴ്സ് കൊണ്ട് തുടക്കത്തിൽ വരുന്ന അബ്രിവിയേഷൻസ് വാക്കുകൾ നിങ്ങൾക്ക് തനിയെ കണ്ടുപിടിക്കാം. എല്ലാത്തിനും കൂടെ നമ്മൾ ഒത്തിരി സമയം കളയണ്ട എന്ന് കരുതി. അടുത്തത് ബാക്കിയുള്ള 14 ലെറ്റേഴ്സ്. ഞാൻ മുകളിൽ 12 എണ്ണമാണ് തന്നത്. ഇനി 14 ലെറ്റേഴ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ബാക്കിയുണ്ട്. അതുകൊണ്ടുണ്ടാക്കുന്ന ഷോർട്ട് ഫോംസിന് മുൻപിൽ എ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. B, C, D, G, J, K, P, Q, T, U, V, W, Y, Z. ഈ അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഷോർട്ട് ഫോംസിന് മുന്നിൽ എപ്പോഴും എ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇനിയും പതിവ് പോലെ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്ന്
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പല്ലുണ്ടോ എന്ന് നോക്കുക. ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പല്ലുണ്ടോ എന്ന് നോക്കുക. ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദ മൗത്ത്. ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദ മൗത്ത്. തുടർന്നുള്ള ക്ലാസ്സുകളിലും ഇതുപോലെ രസകരമായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. തമ്മിൽ കാണുന്നതും വരെ ഗുഡ് ബൈ.